പുരുഷന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, പറയുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്കായി ക്രമീകരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്തും സ്തുതിക്കുന്നു. കർത്താവെ, ഈശോയെ, ഇപ്പോൾ പ്രത്യേകമായ വിധത്തിൽ വെർബും തോമിനി എന്നുള്ള ഈ ചാക്രിക ലേഖനത്തിന്റെ പഠനം ഞങ്ങൾ 5ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയെ, ഈ നിമിഷം വരെയും ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്കായി ക്ലാസ് എടുക്കുന്ന ജോണിച്ചായനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവ്, നിന്റെ വലിയ കൃപയാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്നത്തെ ക്ലാസ്സിലും ഈശോയെ, നിന്റെ തിരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. ആത്മാവും ജീവനുമാകുന്ന അവിടുത്തെ വചനത്തെ എങ്ങനെയാണ് ഞങ്ങൾ സമീപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണല്ലോ. ഈശോയെ, അവിടുത്തെ വചനത്തെ അറിയുക എന്നാൽ അവിടുത്തെ അറിയുക എന്ന് തന്നെയാണല്ലോ. ദൈവമേ, അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങൾ നടത്തുന്ന ഈ പരിശ്രമങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഞങ്ങളുടെ കണ്ണുകളും കാതുകളും ഞങ്ങളുടെ ഹൃദയങ്ങളും അങ്ങേക്കായി തുറന്നിരിക്കുന്നു. ഈശോയെ, ഞങ്ങളെ ഇതിൽ നിന്നും വ്യതിരിപ്പിക്കുവാൻ സാധ്യതയുള്ള എല്ലാ പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിന്റെ തിരുനാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈശോയുടെ തിരുരക്തത്തിന്റെ സംരക്ഷണത്തിനായിട്ട് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയാണല്ലോ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ മാതൃക. ആദ്യത്തെ ക്രിസ്ത്യാനിയും ഏറ്റവും പൂർണ്ണതയുള്ള ക്രിസ്ത്യാനിയും അമ്മ തന്നെയാണല്ലോ. അമ്മേ, ഞങ്ങളുടെ ഈ ക്ലാസ്സുകളിലുടനീളം ഞങ്ങളോടൊപ്പമായിരുന്നുകൊണ്ട് ഞങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരികയും ഞങ്ങളെ കൂടുതൽ ദൈവോന്മുഖരാക്കി വളർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ക്ലാസ്സിനെയും നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആയിരിക്കട്ടെ. എല്ലാവരും വന്നു കഴിഞ്ഞല്ലോ. ഇനിയും വരുന്ന ആൾക്കാരെ ഗ്രാജുവൽ നമ്മൾ അത് അഡ്മിറ്റ് ചെയ്തോളാം. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇനി മുതൽ ജോണിച്ചായന്റെ മൈക്ക് മാത്രമേ ഓൺ ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ജോണിച്ചായൻ എന്തെങ്കിലും ആ കാരണത്താൽ ആവശ്യപ്പെട്ടാലും ജോണിച്ചായൻ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. മിക്കവാറും അവസാനമായിരിക്കും ചോദിക്കുന്നത്. പിന്നെ അതല്ലെങ്കിൽ നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഇനി നമ്മൾ മൈക്ക് ഓൺ ആക്കാൻ സാധ്യതയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ജോണിച്ചായന് വേണ്ടി സിസ്റ്റങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. വളരെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോണിച്ചായ, നമുക്ക് തുടങ്ങാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ നമ്മള് ഇന്ന് വളരെ ഇതിന്റെ ഒരു ഫിനിഷിങ്, ഈ ആദ്യത്തെ ഭാഗത്തിന്റെ ഒക്കെ അവസാനം ആകുമ്പോഴത്തേക്കും ദൈവവചനം സഭയിൽ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് വളരെ കൃത്യമായ ഒരു ബോധ്യം നമുക്ക് ദൈവവചനം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധ്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി ബെനഡിക്ടോസ് 16 വളരെ ശ്രമകരമായ മേഖലകളിലൂടെയാണ് നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടു, ഇത് വളരെ ഈ ബൈബിളിലെ ഇരുളടഞ്ഞ പാഠഭാഗങ്ങള് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അത് കാറ്റഗറിക്കലായിട്ടത് പറഞ്ഞ് നമ്മളുടെ സമയം കളയണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സംസാരിക്കുന്ന ദൈവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടത്. പ്രപഞ്ചത്തിലൂടെ സംസാരിക്കുന്ന ദൈവവചനം ആദ്യം മുതൽ ഉണ്ടായിരുന്നത് പ്രവാചകന്മാരിലൂടെ അവിടുത്തെ പൂർണ്ണതയിൽ
ക്രിസ്തുവിലൂടെ, അത് കഴിഞ്ഞിട്ട് സഭയിലൂടെ, പ്രവാചക ദൗത്യത്തിലൂടെ, അപ്പസ്തോലന്മാരിലൂടെ, വിശുദ്ധരിലൂടെ, ഇങ്ങനെ നമ്മൾ പറഞ്ഞു വന്നു. അതിനുശേഷം തിരുസഭയിൽ എങ്ങനെയാണ് തിരുസഭയ്ക്ക് നൽകപ്പെട്ട ഒരു ടൂൾ, ഒരു ഉപകരണമായ ഈ ദൈവവചനം എപ്രകാരമാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ സമഗ്രമായിട്ട് വിശാലമായിട്ട് നമ്മൾ കണ്ടു. എങ്ങനെ നമ്മൾ ആ ഒരൊറ്റ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ഇതിനു മുമ്പ് എടുത്തിരിക്കുന്ന മുഴുവൻ അപ്പസ്തോലിക പ്രബോധനങ്ങളും ഈ ഒരൊറ്റ മേഖലയ്ക്ക് വേണ്ടി സഭയിൽ എങ്ങനെയാണ് നാം ഇത് ഉപയോഗിക്കേണ്ടത്, സഭയ്ക്ക് പുറമെ അത് ഉപയോഗിക്കാൻ പാടുണ്ടോ, ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, സഭയ്ക്കുള്ളിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സ്വാംശീകരിക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രധാനമായിട്ട് പിന്നെ അവസാനിപ്പിച്ചത് നമ്മൾ ഇതാണ്, ബൈബിളിലെ ഇരുളടഞ്ഞ പാഠഭാഗങ്ങളിൽ. അത് പറഞ്ഞപ്പോൾ നമ്മള് ബൈബിൾ എഴുതപ്പെട്ട അതേ അരൂപിയിൽ തന്നെ വായിക്കപ്പെടേണ്ടുന്ന ആവശ്യകതയെ കുറിച്ച് സംസാരിക്കും. വീണ്ടും ആക്ഷരികമായ അർത്ഥവും വാച്യാർത്ഥം, ലിറ്ററൽ മീനിങ്, അതിനും അപ്പുറത്തേക്ക് ആത്മീയാർത്ഥം, സ്പിരിച്വൽ മീനിങ്ങിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ പറയും. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന വിശുദ്ധ ആഗുസ്തീനോസിന്റെ ചൊല്ലിനെ ഉദ്ധരിച്ച്, മൊഴിയെ ഉദ്ധരിച്ച് നമ്മൾ വളരെ വിശാലമായിട്ട് കണ്ടു എങ്ങനെയാണ് നാം വ്യാഖ്യാനിക്കേണ്ടത്. സഭയുടെ സജീവ പ്രബോധനാധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എപ്രകാരമാണ് വിശുദ്ധ ലിഖിതത്തെ നാം ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെ നമ്മുടെ ആത്മീയോർനികർഷത്തിന് കാരണമാകുന്നു എന്നതും നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് ഈ ബൈബിളിന്റെ ഒരു ആന്തരിക അർത്ഥമാണ്, വളരെ മനോഹരമാണ്. നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബൈബിളിന് ഒരു വ്യാഖ്യാനമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആന്തരിക ഐക്യം നമ്മൾ കണ്ടു. അതേസമയം തന്നെ അതിന്റെ കണ്ടിന്യൂറ്റി കണ്ടു, ഡിസ്കണ്ടിന്യൂറ്റി കണ്ടു, പെർഫെക്ഷൻ കണ്ടു. ടൈപ്പോളജിക്കൽ അഡ്വാൻസ് ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. സൂചികോപദേശപരമായ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അതിന് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും റെഫർ ചെയ്യുന്നത് ഗോഡ്ല എടുത്തിരിക്കുന്ന ആ കാറ്റഗിസം, ബൈബിളിനെ കുറിച്ചുള്ള, ബൈബിളിന്റെ വിശുദ്ധമത്തായ സുവിശേഷത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ എങ്ങനെ ബലി പഴയ നിയമ ബലിയുമായിട്ട് ക്രിസ്തുവിന്റെ ബലി പിന്നെ അനുരൂപപ്പെട്ടിരിക്കുന്നു, സാദൃശ്യപ്പെട്ടിരിക്കുന്നു, വിഭജിക്കപ്പെട്ടിരിക്കുന്നു, വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ അത് കണ്ടിന്യൂ ആയി, എങ്ങനെ അത് ഡിസ്കണ്ടിന്യൂയിങ് ആയി, ഒക്കെ നമ്മൾ കണ്ടതാണ്. ഞാനിതൊരു ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പറയുക. വീണ്ടും ഇത് തമ്മിലുള്ള ആന്തരിക ഐക്യം നമ്മൾ കണ്ടു. ഉച്ചച്ചന് ഞാനൊരു ഒരു പിന്നെ ഇത് കൊടുത്തിരുന്നു, ഒരു ഹോംവർക്ക് കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞു പ്രായം ഒത്തിരി ആയെങ്കിലും എനിക്ക് ഓർമ്മ മുടിഞ്ഞ ഓർമ്മയാണ്. അതുകൊണ്ട് അത് ഞാനിപ്പോ ചോദിക്കും, എന്താണ് ക്രിസ്തു എഡിറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് അവൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക? പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരിക്കെ ഡിസ്കണ്ടിന്യൂറ്റിയും കണ്ടിന്യൂറ്റിയും ഒരുമിച്ച് ഒരൊറ്റ വാക്യത്തിൽ അവൻ കാണിച്ചു തന്നത് ഏത് വാക്യമാണെന്നും അത് എന്തൊക്കെയാണെന്നും ഇന്നത് ചെയ്യാൻ വിശദീകരിക്കേണ്ടതുണ്ട്, വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിനു ശേഷം മതി. അപ്പോ അതിനുശേഷം നമ്മൾ കണ്ടത് ഇരുളടഞ്ഞ പാഠഭാഗങ്ങളെ സംബന്ധിച്ചിട്ടാണ്. അവിടെ നമ്മള് പിന്നെ ഫാദർ സെബാസ്റ്റ്യൻ കിഴക്കയിൽ MST കാരനെ സംബന്ധിച്ചിട്ട് നമ്മൾ കണ്ടു. അദ്ദേഹമാണ് അത് വിശദീകരിച്ച് എഴുതിയിട്ടുള്ളത്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിലെ മലയാളം സംസാരിക്കുന്ന പഴയ നിയമ ശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടെ ഞാൻ പറയാം. അപ്പൊ അതിനുശേഷം അതോടുകൂടെ നമ്മൾ അവിടെ നിർത്തിയിട്ട് പിന്നെ കണ്ടത് ഈ യഹൂദരും ക്രൈസ്തവരും തമ്മിലുള്ള ബന്ധമാണ്. യഹൂദനോട് മൗലികമായ ഈശോയെ തച്ചു വന്ന കമ്പനിക്കാരൻ എന്നുള്ള തനി മലയാളത്തിൽ പറയുകയാണ്, ഞങ്ങളുടെ മലബാറിൽ പറയുകയാണെങ്കിൽ ഓനെ തച്ചു കൊന്നോല് എന്നുള്ള മാതിരി ഒരുതരം ഒരു യേശുവിനോടുള്ള ഭക്തിയാദര സൂചകമായിട്ട് അവരോട് പൂരിപ്പിക്കുന്ന ഒരുതരം വിദ്വേഷമുണ്ട്. അതിന് ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങളും കൂടെ ഉണ്ട്. അതായത് ഇത് ചരിത്രത്തിലുള്ളതിലും ഈ യഹൂദ വിദ്വേഷം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു മധ്യകാലത്തെ പിന്നെ ഇതിന്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവുക, ഇപ്പൊ ഓർമ്മിച്ചപ്പോ പറയുക, മധ്യകാല സന്യാസത്തെ സംബന്ധിക്കുന്ന ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടപ്പോ അതിനകത്ത് ഒരു പാവം സന്യാസിനിക്കെതിരായി ബാക്കി സന്യാസിനികൾ ആരോപിക്കുന്ന ഏറ്റവും ക്രൂരമായ ക്രൂരമായ പിന്നെ ആരോപണം ഇവളൊരു ജൂ ആണെന്നുള്ളതാണ്, യഹൂദയാണെന്നുള്ളതാണ്. യഹൂദ ക്രിസ്ത്യാനിക്ക് പോലും ഈ പിന്നെ ഇത്തരത്തിലുള്ള ഒരു വേർതിരിവ് നേരിടേണ്ടി വന്നുവെങ്കിൽ സാധാരണ യഹൂദന്റെ കാര്യം പറയാനുണ്ടല്ലോ.
പക്ഷെ അത് നമ്മൾ മാറ്റി ചിന്തിക്കുകയാണ് എന്ന് മാത്രമല്ല, മറ്റൊരു ആംഗിളിൽ അവരോട് യഹൂദരോട് വിരോധമൊന്നും ഉണ്ടാകരുത്, സാധുക്കളാണ് എന്നുള്ളതല്ല പറഞ്ഞു വെക്കുന്നത്. ഒരേ പിതാവിന്റെ മക്കൾ എന്നുള്ള നിലയ്ക്ക്, ഒരേ ദൈവം തെരഞ്ഞെടുത്ത മക്കൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവരോട് സാഹോദര്യമുണ്ടെന്നും വളരെ മനസ്സിൽ തറയ്ക്കുന്ന ഒരു വാക്യവും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിതാണ്, ദൈവത്തിന്റെ കൃപ പിൻവലിക്കാവുന്നതല്ലോ. അവരെ ദൈവം വഴി നടത്തിയ ചരിത്രമുണ്ട്. അത് നമ്മൾ ആദരവോടുകൂടി ആ ചരിത്രത്തെയും ആ ചരിത്രത്തിന്റെ ബാക്കി പത്രങ്ങളെയും നമ്മൾ കാണണം എന്നുള്ളതാണ് ഈ 43-ാമത്തെ ഖണ്ഡിക സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കിടക്കുകയാണ്, നമ്മുടെ ഇന്നത്തെ കറന്റ് സെഷനിലേക്ക് കിടക്കുക. മൗലികവാദം, ഫണ്ടമെന്റലിസത്തെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ ഫണ്ടമെന്റലിസത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പങ്ങളിൽ ഒന്ന്, അത് ഭക്തിയുടെ ഭക്തിയുടെ പ്രോഡക്റ്റ് ആണെന്നുള്ളത്. ഭക്തിയാണ് ഈ ഫണ്ടമെന്റലിസത്തിന്റെ കാര്യം. എനിക്ക് തോന്നുന്നത് പിന്നെ അത് അവന്റെ ഒരു തിണ്ണമണിക്കാണ്. സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനിവിടുന്ന് പോകുന്ന അവസാനത്തെ ദിവസമായി. ഇത് കഴിഞ്ഞാൽ പിന്നെ പോവുകയാണെന്നുള്ളത് ഞാൻ അവസാനം പറയും. അപ്പൊ അതിൻ്റെതായ ഒരു മിടുക്കാണ് ആ കാണിക്കുന്നത്, ക്ഷമിക്കണം. അപ്പോ മൗലികവാദപരമായ വിശുദ്ധ ലിഖിതം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, ഭക്തിയുടെ പരിവേഷം അണിഞ്ഞ മൗഢ്യവും സഭയുടെ പ്രബോധനാധികാരത്തിന്റെ നിരാകരണവുമാണ് അവിടെ സംഭവിക്കുന്നത്. ഒരിടത്ത് ഫൂളിഷ്നസ്, മൗഢ്യമുണ്ട്. രണ്ടാമത്, ഈ മൗഢ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിലതൊക്കെ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. ബുദ്ധി, സ്വാംശീകരണത്തിന്റെ അഭാവം, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് ഈ സഭയുടെ പ്രബോധനാധികാരത്തെ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൗലിക വ്യാഖ്യാനങ്ങളാണ് എപ്പോഴും സബ്ജക്റ്റീവ് അപ്രോച്ചസിലേക്ക് പോകുന്നത്, സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷനിലേക്ക്, വ്യക്തിപരമായ വ്യാഖ്യാനങ്ങളിലേക്ക് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ബൈബിളിനെ സംബന്ധിച്ച് 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാൽ, ഞാൻ എൻ്റെ അനുഭവത്തിന്റെ തലത്തിൽ നിന്നും കൂടെയാണ് പറയുന്നത്, ഈ 100-ലെ ഒരു 30 എണ്ണമെങ്കിലും, മിനിമം 30 വ്യക്തിഗത വ്യാഖ്യാനങ്ങളുടെ ഫലമായി സംഭവിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ സംശയങ്ങളായിരിക്കും. അതങ്ങനെയാണ് എന്നങ്ങ് ധരിക്കുക. ഒന്നാമത്തേത്, എവിടെയാണ് ഞാൻ ഇതിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടി സമീപിക്കേണ്ടത് എന്നുള്ളത് അഹങ്കാരത്താലോ അജ്ഞതയാലോ അവഗണനയാണ്. അവരത് ഗൗനിക്കുന്നില്ല. അതുകൊണ്ട് സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ എപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്ന എല്ലാവരും പാപികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ആത്മാർത്ഥതയുടെ ആധിക്യം കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. വീണ്ടും വേറൊന്നുള്ളത് നിരങ്കുശ വ്യാഖ്യാനം എന്ന് പറയും. എന്ന് വെച്ചാൽ മലയാളം നിങ്ങൾക്ക് അറിയത്തില്ല, ആർബിട്രറി ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ. മൂന്നാമത്തേത് ലിറ്ററൽ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ആക്ഷരികമായി, നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു മതത്തിന്റെ ആധികാരികത കിട്ടാനുള്ള ഏറ്റവും കുറുക്കായിട്ടുള്ള വഴി, ഇതിനകത്ത് മനുഷ്യന്റെ പ്രയത്നം ഇല്ല എന്ന് പറയുന്നത്, നൂലെ കെട്ടിയിറക്കി, അല്ലെങ്കിൽ അങ്ങനെ തോന്നിച്ചു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ദൈവം അങ്ങനെ അങ്ങോട്ട് ചെയ്യിപ്പിച്ചു, ഇതൊക്കെ തെറ്റാണ്. നൂലെ കെട്ടിയിറക്കിയെന്നും ദൈവം പറഞ്ഞു കൊടുത്തിട്ട് നിരക്ഷര കുക്ഷിയായ ഞാൻ എഴുതിയെന്നും ആര് പറഞ്ഞാലും ആധികാരികതയ്ക്ക് വേണ്ടിയുള്ള ഒരു പാഴ്ശ്രമം എന്നതിൽ കവിഞ്ഞ് അതിനൊരു പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബൈബിളിന്റെ കാര്യത്തിൽ പിണങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ ചില സഹോദരി സഹോദരന്മാരുടെ വ്യാഖ്യാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആർബിട്രറി ആയിട്ടുള്ളത്, അതുപോലെ തന്നെ വ്യക്തിഗതമായ വ്യാഖ്യാനങ്ങൾ ഒരുപാട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു പ്രധാന കാരണം ലിറ്ററൽ അപ്രോച്ചാണ്. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, സ്ത്രീ എന്ന മലയാള പദത്തിന്റെ അപ്പുറത്തേക്ക് 1 ഇഞ്ച് പോകാൻ അവർ തയ്യാറല്ല. അതിന്റെ അർത്ഥം എന്താണ്?
വ്യവഹാരപരമായ അർത്ഥം എന്താണ്, സൂചനാപരമായ അർത്ഥം എന്താണ്, ആത്മീയമായ അർത്ഥം എന്താണ്, ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഇതേ പാവം സ്ത്രീയെ തന്നെയാണ് അവരുടെ എളാമ്മ കണ്ടപ്പോൾ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചത് എന്നത് അവര് ഓർക്കുന്ന പോലുമില്ല. ഒരുതരം ബധിരതയാണ് അവിടെ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ കൃത്രിമ വ്യാഖ്യാനങ്ങൾ എന്ന് സഭ പറയുന്ന ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്? യഥാർത്ഥ വ്യാഖ്യാനം പറയുന്ന സഭയ്ക്കെതിരായിട്ട് ചെളിവാരി എറിയാനോ സഭയെ ആക്രമിക്കാനോ സഭയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്ട്രൈൻസിനെ ചോദ്യം ചെയ്യാനോ വേണ്ടിയുള്ള ഒരുതരം വിലക്ഷണപരമായ വാദങ്ങൾ എന്നതിൽ കവിഞ്ഞിട്ട് അത് ഭക്തിയുടെ വലിയ പ്രകാശനമായി നാം തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും സത്യം അതങ്ങനെയല്ല. അതിന്റെ ചരിത്രപരമായ സ്വഭാവം, ഭാഷ, ആവിഷ്കരണ രീതി, ഗ്രന്ഥകാരന്മാരുടെ ദാർശനിക പശ്ചാത്തലം ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം ഒരു വാക്കിലൂടെ അയാൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നോക്കാൻ. ആര്? ഗ്രന്ഥകാരൻ. അയാളുടെ സ്വഭാവം നോക്കണം. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഉദാഹരണത്തിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വലിയ ആശ്വാസമാവുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ് എനിക്ക് വലിയ ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ പറയുക. ആമോസിന്റെ കാലത്ത്, ആമോസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എഴുതിയ ഒരു പ്രവചനം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഇതിനകത്ത് പറഞ്ഞിട്ടുമില്ല കേട്ടോ. ചുരുങ്ങിയ കാലം കൊണ്ട്, മേ ബി എ ഫോർട്ട്നൈറ്റ്, അതിൽ കൂടുതലൊന്നും അതിന് ഇത്ര പെട്ടെന്ന് എഴുതി. അന്നത്തെ കാലത്ത് പ്രവാചക തൊഴിലുള്ളവരുണ്ടായിരുന്നു. അവര് പ്രവചനം നടത്തും, പൈസ മേടിക്കും, പോകും. അതായത് ഒരു തരം മനുഷ്യനെ സൂചിപ്പിക്കുന്ന പ്രവചനങ്ങൾ. അതിനിടയിലാണ് ഇയാൾ വരുന്നത്. ഇയാൾ വരുന്ന സമയത്ത് ഇയാൾ പറയുന്നത് മുഴുവൻ നിങ്ങൾ ആമോസ് പ്രവചനങ്ങളൊന്ന് വായിച്ചു നോക്കും. ഞാൻ ഈ വക കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന വാക്യങ്ങളിലൂടെ വെളിവാക്കിയിരിക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല. അത് പറയേണ്ടുന്ന ഒരു ഫോറോ അല്ല ഇത്. അതുങ്ങൾ നിങ്ങളെ കുറെ കൂടെ ലൈവ് ക്ലാസ് ആണ്, നിങ്ങൾക്കത് അറിയാം. അപ്പൊ ആമോസ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളുടെ ചെലവിനൊന്നും പോണ്ട. ഞാനൊരു ആട്ടിടയാണ്, കാട്ടത്തിൽ വരെ വെട്ടിയിരിക്കുന്ന ജോലിയും എനിക്കുണ്ട്. എനിക്ക് അതുകൊണ്ട് കാശും കാര്യങ്ങളും എന്റെ ജീവിതോപാധിയായിട്ടൊന്നും ഈ പ്രവചനം എടുത്തില്ല. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ചെലവിന് വേണ്ടി പറയുന്ന വീൺവാക്കുകളല്ല അദ്ദേഹത്തിന്റെ വാക്ക്. അദ്ദേഹം കർത്താവിനാൽ മാത്രം പ്രചോദിതനായി വന്നിരിക്കുന്നത്. ഓരോരുത്തരെയും, ഇസ്രയേലിനെതിരായി നിൽക്കുന്ന ഓരോരുത്തരെയും പ്രവചനങ്ങളുടെ, അതായത് എങ്ങനെ ദൈവം ശിക്ഷിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞ് മുന്നേറുകയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും ഇസ്രയേൽക്കാരൻ വിചാരിച്ചു, ഗംഭീരമായിട്ടുണ്ട്, അവന്മാരെ ഒക്കെ ശരിയാണ്. ഏത് ശത്രുവിനെ ആണെങ്കിലും അങ്ങനെ ഒന്നാം തരം പ്രവചനം കൊണ്ട് കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ടല്ലോ. ഇതിന്റെ ഇരട്ടി ഇസ്രായേൽക്കാരനോട് വരും. ഇസ്രായേൽക്കാരന്റെ അകൃത്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആമോസ് നീതിയുടെ പ്രവാചകനായിരുന്നു ആമോസ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ ചെലവിനുള്ള ഏർപ്പാടൊക്കെ ഉണ്ട്, കാട്ടത്തിമര് വെട്ടിയൊരുക്കുന്ന ജോലിയും എനിക്കുണ്ട്, തെക്കുമിൻവരെ. ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ കർത്താവിന്റെ കരം എന്നെ പിടികൂടി എന്നുള്ളതിന്റെ അത് വിശദീകരിച്ചത് ഞാൻ ഒരു വിശദീകരണത്തിൽ വായിച്ചത് പിറകിൽ നിന്ന് പിടികൂടുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. കർത്താവ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. കർത്താവ് ആമോസ് അമസ്യായോട് പറഞ്ഞു, ആമോസ്യ പ്രവചനങ്ങളിൽ 7:14, കർത്താവിന്റെ, ഞാൻ ആടുകളെ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ കർത്താവിന്റെ കരം എന്നെ പുറകിൽ നിന്ന് പിടികൂടി. ഞാൻ പറഞ്ഞത് ആമോസിനെ സംബന്ധിച്ചിട്ടല്ല. ആമോസ്യ പ്രവചനങ്ങളിലെ അതിന്റെ രൂക്ഷത മനസ്സിലാക്കണമെങ്കിൽ സ്വതന്ത്രനായ, സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്താൽ പ്രേരിതനായി പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാതെ ദൈവം അവനെ ആക്ഷരികമായി പറഞ്ഞതല്ല. ആമോസിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം, ആമോസിന്റെ ദർശന പശ്ചാത്തലം മനസ്സിലാക്കണം, ആ കാലത്തെ ചരിത്രം മനസ്സിലാക്കണം. നമ്മൾ ആ കാലത്തെ വാക്കുകളുടെ പ്രയോഗത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്കത് മനസ്സിലാക്കുകയുള്ളൂ. അല്ലാതെ ഈ വാക്കുകളിൽ മാത്രം നമ്മൾ കുടുങ്ങിക്കിടന്നാൽ സാധാരണഗതിയിൽ കേൾക്കാറുള്ള, ഇനി രണ്ടാമത്തെ എക്സർസൈസ്, നേരത്തെ നമ്മുടെ എക്സർസൈസ് ഇന്ന് ചെയ്യുമല്ലോ, ഇത് കഴിഞ്ഞിട്ട്
യേശു ഒരു സ്ത്രീയെ പിന്നെ നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്നൊരു വാക്കുണ്ട്. അപ്പൊ നിങ്ങളെ നായെന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ വലിയ അവമാനമല്ലേ? പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ ന്യായം ഉണ്ടാക്കുകയാണ്, ക്രിസ്തുക്കളെ തള്ളി മാറ്റുകയാണ്, അങ്ങനെ അവളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ്. കാരണം നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ തയ്യാറില്ല. എന്തുകൊണ്ടാണ് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞത്? അതെന്താണ് ആ വാക്കിന്റെ അർത്ഥം? അതറിയണമെങ്കിൽ അന്നത്തെ ഭാഷാ സങ്കേതങ്ങൾ അറിയണം, സാഹിത്യ രൂപങ്ങൾ അറിയണം, അന്നത്തെ വ്യവഹാര ഭാഷയും രണ്ടോ അതിലധികമോ വംശങ്ങൾ തമ്മിൽ ഉപയോഗിക്കുന്ന ശകാര ഭാഷയും സ്നേഹഭാഷയും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അപ്പൊ സംഗതി മാറി. ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ആക്ഷരികമായി ലിറ്ററൽ വ്യാഖ്യാനം ഉണ്ടല്ലോ, ലിറ്ററലിസം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. ഇതിൽ നിന്ന് മോചിതനാകാൻ ഈ മൂന്നെണ്ണത്തിൽ നിന്ന് മോചിതമാകാൻ ഒറ്റ മാർഗ്ഗം. എന്താണ് സഭ അതിനെക്കുറിച്ച് പറയുന്നത്? പിതാക്കന്മാരെന്താ പറയുന്നത്? അത് നോക്കിക്കഴിയുമ്പോൾ നമുക്കത് കിട്ടും. ശരി, സത്യം എന്താണ്? അദ്ദേഹത്തിന്റെ തന്നെ ബെനഡിക്ടോസ് 16 വാക്കുകളിൽ തന്നെ ഞാൻ പറയും, ക്രൈസ്തവ മതത്തിൽ വാക്കുകളിലൂടെ മനുഷ്യ ചരിത്രത്തിന്റെ സങ്കീർണതയിലും യാഥാർത്ഥ്യത്തിലും കൂടി തന്റെ ദിവ്യരഹസ്യം വെളിപ്പെടുത്തുന്ന വചനത്തെ കാണുന്നുണ്ട്. വാക്കുകളിലൂടെ മനുഷ്യന്റെ ചരിത്രത്തിന്റെ സങ്കീർണതയിലൂടെ, അതിന്റെ യാഥാർത്ഥ്യത്തിലൂടെ, ഉണ്മയിലൂടെ, മനുഷ്യന്റെ വാക്കുകളിലൂടെയാണ് അവിടുന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം എന്താണ് പറയുന്നത് എന്നറിയണമെങ്കിൽ ഈ മനുഷ്യനാദ്യം എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. അതിൽ നിന്ന് ദൈവം അവനിലൂടെ പറയാൻ ആഗ്രഹിച്ചത് എന്താണെന്നുള്ളത് നമ്മൾ വീണ്ടും ചിന്തിക്കണം. വളരെ ശ്രമകരമാണ് ഈ കാര്യം. നമുക്ക് തോന്നുന്ന മാതിരി വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചുരുക്കം. അത് നിങ്ങൾക്ക് ഞാനിപ്പോ ഈ പറഞ്ഞത് അത്ര പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് പറയാം, അപ്പൊ നിങ്ങൾ മനസ്സിലാവും. ക്രിസ്ത്യാനിറ്റി പെർസീവ്സ് ഇൻ ദ വേർഡ് ഹിംസെൽഫ്, ദാറ്റ് ഈസ് ലോഗോസ്, who displays his mystery through this complexity and reality of human history. മനുഷ്യ ചരിത്രത്തിന്റെ സങ്കീർണതയിലും അതിന്റെ സത്യാവസ്ഥയിലും കൂടി മനുഷ്യന്റെ വാക്കുകളിലൂടെ വചനമാകുന്ന ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തുന്നത് മനസ്സിലാക്കാൻ വിശ്വാസ നിർഭരമായ സമീപനമാണ് വേണ്ടത് എന്ന് സഭ എല്ലാ കാലത്തും നമ്മളോട് പറയുന്നു. എന്താണ് ഹോളി സ്ക്രിപ്ചറിന്റെ, വിശുദ്ധ ലിഖിതത്തിന്റെ ആകെ ഒരൊറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. മനുഷ്യനെ ദൈവം രക്ഷാകരമായ ചരിത്രത്തിൽ അവിടുത്തെ രക്ഷാകരമായ സ്നേഹത്തിലേക്ക് തിരിയാനുള്ള വെല്ലുവിളി അത് ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസിക്ക് വേണ്ടിയും രക്ഷണീയമായ ഈ വ്യാഖ്യാനം സഭ നടത്തുന്നതിനെ നമ്മൾ 3 കാര്യത്തില് സമീപിക്കണം. ഒന്ന്, പാരമ്പര്യത്തിന്റെ ചരിത്രപരതയെക്കുറിച്ച് നമ്മൾ അറിയണം. രണ്ടാമത്തേത്, ചരിത്രപരമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ലിഖിതമല്ലാത്ത അലിഖിത പാരമ്പര്യങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയായി പറയുന്നത്. ചരിത്രപരമായ സാക്ഷ്യത്തെ നമ്മൾ കാണണം, തലമുറയായിട്ട് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ. മൂന്നാമത്തേത്, ഇതിന്റെ സജീവമായ അർത്ഥം, സഭയിൽ ഈ വചനത്തിന്റെ സജീവമായ അർത്ഥം എന്താണെന്ന് നമ്മൾ കണക്കിലെടുക്കണം. അടുത്തത്, അതോടുകൂടി കഴിഞ്ഞു. അടുത്തതില് നമ്മളൊരു 3 കോൺട്രിബ്യൂട്ടേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. 3 തരത്തിലുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് 45-ല്. എന്തിനുള്ള കോൺട്രിബ്യൂട്ടേഴ്സ്? വിശ്വാസിയുടെ വിശ്വാസത്തെ ദൈവോന്മുഖമായി തിരിക്കാനും ആഴപ്പെടുത്താനും വേണ്ടിയുള്ള 3 കോൺട്രിബ്യൂട്ടേഴ്സിനെ, 3 സെറ്റ് ഓഫ് കോൺട്രിബ്യൂട്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ഇതൊക്കെയാണ്. ഒന്നാമത്തേത് അജപാലകന്മാർ, അതായത് പാസ്റ്റോറൽ ഡ്യൂട്ടീസ് ഉള്ളത്. രണ്ടാമത്തേത് തിയോളജിയൻസ്, ദൈവശാസ്ത്രജ്ഞന്മാർ. മൂന്നാമത്തേത് ഈ വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ ഹെർമന്യൂട്ടിക്സിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയവർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അവര് ദൈവശാസ്ത്രജ്ഞന്മാരല്ലേ? അതിനകത്തൊരു വ്യത്യാസമുണ്ട്. അല്ലെന്ന് പറയാൻ പറ്റുകയില്ല, പക്ഷെ ആയിരിക്കണം നിർബന്ധമില്ല. മറ്റ് ഇതര കാര്യങ്ങളിലും കൂടെ ഒരുപാട് ദൈവശാസ്ത്ര ശാഖകളിലുള്ള പ്രാഗൽഭ്യമുള്ളവരാ ദൈവശാസ്ത്രജ്ഞന്മാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക എണ്ണത്തിൽ.
അവർക്ക് അക്കാരണത്താൽ ബൈബിൾ വിജ്ഞാനീയത്തില് അഗാധമായ പാണ്ഡിത്യം ഉണ്ടാകണം എന്ന് നമ്മൾ ശഠിക്കരുത്. അതുപോലെ തന്നെ ബൈബിൾ വിജ്ഞാനീയത്തിനെ മാത്രം കേന്ദ്രീകരിച്ച് തങ്ങളുടെ ഇതിനകത്തുള്ള വിവിധ വ്യാഖ്യാന രീതികൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മുന്നോട്ട് വെക്കുന്നവർക്ക് ദൈവശാസ്ത്രപരമായ സാധുത വേണമെങ്കിലും അവർ അതിൽ തന്നെ ദൈവശാസ്ത്രജ്ഞന്മാരായിരിക്കണമെന്നില്ല. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു മുപ്പിരി കയറ് പോലെ ആയിരിക്കണം. അത് മാർപ്പാപ്പ മുപ്പിരി എന്നുള്ളത് പ്രയോഗിക്കുന്നില്ല കേട്ടോ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിൽ ഞാൻ പറയും. ഇത് മൂന്നും ഇഴപിരിഞ്ഞ് പോകരുത്. നമ്മുടെ ഹയർ ക്രിറ്റിസിസത്തിന്റെ ഒരുപാട് പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഇനി അത് പറയുന്നില്ല. അങ്ങനെ വ്യാഖ്യാനിച്ച് എന്തല്ല എന്ന് വ്യാഖ്യാനിച്ച് അവസാനം ഒന്നുമല്ല എന്ന് പറയുന്ന ഗതികേടിലേക്ക് വരുന്ന വ്യാഖ്യാതാക്കൾ ഉണ്ടാവരുത്. വ്യാഖ്യാനങ്ങൾ ഒന്നും പാടില്ല. ദൈവഗണത്തെ അതതിന്റെ സത്തയിൽ അത് ലിറ്ററലായിട്ട് സ്വീകരിക്കണം എന്ന് പറയുന്ന അജപാലകരുണ്ടാവരുത്. അജപാലനത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്ത ദൈവശാസ്ത്രജ്ഞന്മാര് ഒരു കാരണവശാലും ഉണ്ടാകരുത്. എന്തിനായി ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടാകുന്നത്? സഭയ്ക്ക് ആകെ ഒരു പണിയേ ഉള്ളൂ, ഈ ലോകത്തെ ദൈവോന്മുഖമായി നടത്തുക. അതിന്റെ ടൂൾസ് ആണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊതു പ്രക്രിയക്ക്, മുഖ്യധാരയ്ക്ക് സംഭാവന നൽകാത്ത ഏതൊരു വൻകാര്യവും അതിൽ തന്നെ വിലകെട്ടതായിരിക്കും. വിലയുണ്ട്, ഉപയുക്തമാക്കണമെന്നില്ല. വിലകെട്ടണമെന്ന് ഞാൻ പറയുന്നില്ല, ഉപയുക്തമാക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഇവര് മൂന്ന് പേരും പരസ്പരം സഹായിക്കണം. ദൈവവചനം പ്രസംഗിക്കുന്നവർ, അതായത് പാസ്റ്റോറൽ ആയിട്ടുള്ള അജപാലകന്മാര്, ബാക്കി രണ്ടിനാലും പരിപോഷിക്കപ്പെടണം. ഏതിനാലൊക്കെ? ദൈവശാസ്ത്രജ്ഞന്മാരാലും അതുപോലെ തന്നെ ബൈബിൾ വ്യാഖ്യാതാക്കളാലും പരിപോഷിക്കപ്പെടണം. അജപാലകന്റെ പ്രശ്നം ബാക്കി രണ്ടുപേരും കാണണം. അജപാലകന്റെ പ്രശ്നം കാണാത്ത ദൈവശാസ്ത്രജ്ഞന്മാരും വ്യാഖ്യാതാക്കളും അതിൽ തന്നെ ഫലദായകത്വം ഇല്ലാത്തവരാണല്ലോ. അവര് പിന്നെ എന്തിനാ? അതുകൊണ്ട് ഈ മൂന്ന് പേരും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവരെ ദൈവവചന ശുശ്രൂഷകരുടെ എംപവർമെന്റ് നടത്തേണ്ടത്. ഫൈനലായിട്ട് ഈ മൂന്നിനും കൂടെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ടു എംപവർ ദോസ് ഹു ഇവാഞ്ചലൈസ്, ദോസ് ഹു കാറ്റഗൈസ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഓർക്കാൻ വഴിയില്ല, കാരണം അത്രയും പ്രായം നിങ്ങൾക്കില്ല. മതതത്വ പ്രദീപിക്കയാണ് ഞാനൊക്കെ പഠിച്ചത്. ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം, മതതത്വ പ്രദീപിക, ഭാഗം 1, ഭാഗം 2, ഭാഗം 3, ഇങ്ങനെ പോകുക ഭാഗങ്ങൾ. ആർ നിന്നെ സൃഷ്ടിച്ചു, എന്നെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ള ഒരു ചിന്താബോധത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. എല്ലാം ചോദ്യോത്തരങ്ങളാണ്. ബാൾട്ടിമോർ കാറ്റഗിസത്തിന്റെ അതേ സാധനം തന്നെ, ചോദ്യോത്തരങ്ങളാണ് മുഴുവൻ. കാലമെത്ര മാറി, കാതല് മാറാതെ, കാമ്പ് മാറാതെ കാര്യമെത്ര മാറി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. കാലം മാറും തോറും അജപാലകന്റെ പ്രശ്നം ദൈവശാസ്ത്രജ്ഞൻ മനസ്സിലാക്കി. ദൈവശാസ്ത്രജ്ഞന്റെ പ്രശ്നം ബൈബിൾ വ്യാഖ്യാതാവ് മനസ്സിലാക്കി. ബൈബിൾ വ്യാഖ്യാതാവിന്റെ പുതിയ നിദർശനങ്ങളും കണ്ടെത്തലുകളും അതുപോലെ തന്നെ ദൈവശാസ്ത്രജ്ഞന്റെയും. അജപാലകൻ സ്വാംശീകരിച്ചു, POC പുസ്തകം ഉണ്ടാക്കി അല്ലെ, പിതാവിൻ പക്കലേക്ക് ഭാഗം 1, ഭാഗം 2, ഭാഗം 3 എന്നും പറഞ്ഞിട്ട്. ഇപ്പൊ അതും മാറി. ഇപ്പൊ ഒന്നുകൂടെ ചെന്ന് വേദപാഠ ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക്. അതുപോലെയാണ്. അതുപോലെ മനോഹരമാക്കി ചുരുക്കം. ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തത്വത്തിലുള്ളതല്ല, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെ മാർപ്പാപ്പ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോ ദൈവവചനമെന്ന പോഷകാഹാരം വിശ്വാസിക്ക് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്ന കാര്യമാണ്. അജപാലന പ്രവർത്തനം കൂടുതൽ ആഴപ്പെടാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞിട്ട് ദൈവവചന ശുശ്രൂഷകർ ശാക്തീകരിക്കപ്പെടാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്. ആ ഒരു വാക്കിൽ കാര്യങ്ങളുണ്ട്. ദൈവജനം ദൈവസ്നേഹത്താൽ പ്രബോധനാധികാരത്തിന്റെ പ്രബോധനാധികാരമല്ല, ദൈവസ്നേഹത്താൽ നിറയപ്പെടാൻ. ദൈവജനം
ദൈവസ്നേഹത്താൽ നിറയപ്പെടാൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ എത്ര വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരു കുഴപ്പമില്ല, സഭയുടെ പ്രബോധനാധികാരത്തിന്റെ ഉള്ളിലായിരിക്കണം ഈ കോൺട്രിബ്യൂഷൻ. അത് ബെനഡിക്ടോസ് 16 മാത്രം പറയുന്ന ഒരു കാര്യമാണ്. സഭയ്ക്കൊരു വേലി കെട്ടിയ മനുഷ്യനാണ് അദ്ദേഹം. മാറ്റിതിങ്ങനെ കിടക്കുകയല്ലായിരുന്നു. വിശാല കൊച്ചി വികസന അതോറിറ്റി എന്ന് പറഞ്ഞ മാതിരി വിശാലമായിട്ട് കിടക്കുക. എന്തല്ല സഭയെന്നും എന്താണ് സഭയെന്നും, എന്താണ് വേദോപദേശമെന്നും എന്തല്ല വേദോപദേശമെന്നും ഇന്ന് നമുക്ക് അറിയാൻ ഒരു ഗ്രന്ഥം മതി. ഒന്നറിയണേ, അതിന്റെ മഹാത്മ്യം മനസ്സിലാക്കുമ്പോഴാണ് ഇതിനു മുമ്പുള്ള തലമുറകളെക്കാളും നമ്മൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് CCC ആണ്. അപ്പോ ചുരുക്കത്തിൽ എത്രമാത്രം ദൈവശാസ്ത്രപരമായ വികാസങ്ങൾ ഉണ്ടായാലും വ്യാഖ്യാനങ്ങൾ ഉണ്ടായി, എത്രയങ്ങ് സുവിശേഷം വ്യാഖ്യാനിച്ചേക്കാം എന്ന് വിചാരിച്ചാലും, എത്ര ആഴത്തിൽ അജപാനല പ്രവർത്തനം ശക്തിപ്പെടുത്താൻ നമ്മൾ തുനിഞ്ഞാലും, സഭയുടെ ഭാഗമാണെന്നും സഭയ്ക്കുള്ളിലാണെന്നും സഭയ്ക്ക് വേണ്ടിയാണെന്നും ബോധ്യപ്പെടുമാറ് സഭയുടെ പ്രബോധനാധികാരത്തിന് വിധേയപ്പെട്ട് വേണം എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു. അടുത്തത് ബൈബിൾ എക്യുമെനിസത്തെ കുറിച്ചാണ്. എക്യുമെനിസവും ബൈബിളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ തലക്കെട്ട് കാണുമ്പോൾ ഇതെന്തൊന്നും അത്ര പറയാനിരിക്കുന്നു. കാരണം നമ്മളെ ബൈബിൾ ഉണ്ടല്ലോ, ഏറ്റവും വലിയ പുകില് നമ്മൾ ഉണ്ടാക്കിയത് അതിന്റെ കാര്യത്തിൽ. നിങ്ങൾ ചീത്ത മുഴുകാത്ത സ്വർഗവും ഒന്നും പറഞ്ഞിട്ട് കുതിച്ച് പിടിച്ചു പോയിട്ട് പിന്നെ എക്യുമെനിസം എന്നും പറഞ്ഞിട്ട് രണ്ടാമത് ഇതിനകത്തേക്ക് കയറി വരണമെന്ന് ഒരു ചോദ്യം ചോദിക്കണമല്ലോ. പക്ഷെ കാര്യമുണ്ട്. ഒന്നാമത്തെ സംഗതി എന്താ ചോദിച്ചാൽ, എക്യുമെനിസം സഭയുടെ ഒരു ആഗ്രഹമാണ് എന്ന് പറയുമ്പോ നിങ്ങൾ പറയും അതെ 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 ഒരു ഗുണ്ടാ ലുക്കുള്ള നിങ്ങളുടെ കത്തോലിക്ക സഭയ്ക്ക് ബാക്കി എല്ലാവരും കൂടെ നമ്മുടെ കൂടെ പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വേദപാഠ ക്ലാസ്സിൽ വന്നിരിക്കണം എന്നല്ലേ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ, ആട്ടിക്കുട്ടി നന്നാകണം എന്നുള്ളത് ചെന്നായുടെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞതുപോലെ. കാരണം എന്നാലല്ലേ ഈ ചവയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ ദാരിദ്ര്യക്ക് APL കാർഡുള്ള BPL കാർഡുള്ള ആടിനെ ആർക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നാകണം എന്നുള്ളത് സഭ ഇങ്ങ് പറഞ്ഞു വെക്കാൻ അല്ല. എക്യുമെനിസത്തിന്റെ ലോജിക്ക് ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന വേറൊരു, ഞാൻ ഇതുവരെ അതിനു മുമ്പ് ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. ഈ ഇത് വായിക്കുന്നതിന് മുമ്പ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17:21 ഏവരും ഒന്നായിരിക്കാൻ വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ ഇടയനെടുത്ത പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനകത്തെ കോർ സബ്ജക്റ്റ് തന്നെ ഏവരും ഒന്നായിരിക്കുക എന്നുള്ളതാണല്ലോ. പിതാവും നമ്മളും ഒന്നായിരിക്കുക, യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും യേശുവും ഒന്നായിരിക്കുക, നമ്മൾ പരസ്പരം ഒന്നായിരിക്കുക. നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി ഏവരും ഒന്നായിരിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു അപ്പസ്തോലിക പ്രബോധനം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം. ഈ വക ഇതിനെപ്പറ്റിയൊക്കെയുള്ള നല്ലൊരു പിന്നെ എപ്പോഴും കാട്ടെ. അപ്പോ അതെന്തുകൊണ്ടാണ് സഭയുടെ ആഗ്രഹമായിട്ട് വരുന്നത് എല്ലാവരും ഒന്നാവുക? ഇവിടെയാണ് മാർപ്പാപ്പ ബെനഡിക്ടോസ് 16 സഭയുടെ ഒരു ഐഡന്റിറ്റി ഒരു ഐഡന്റിറ്റി അല്ല, ഏക ഐഡന്റിറ്റി പറഞ്ഞു വെക്കുന്നത്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ദൃശ്യരൂപമാണ്, തുടർച്ചയാണ്. ഇത് പറഞ്ഞു പണങ്ങിയിട്ടാണല്ലോ ആളുകൾ എല്ലാവരും കൂടെ യേശു കർത്താവ് 2000-ലെ യേശു കർത്താവ് എന്ന വിശ്വാസ സംഘത്തിന്റെ രേഖയുടെ 16 നമ്മളിത് ചർച്ച ചെയ്തതാണ്. അതേ കാര്യം അദ്ദേഹം വീണ്ടും പറയുക. സഭ എന്ന് പറഞ്ഞാല് ക്രിസ്തുവിന്റെ തുടർച്ചയാണ്, ഒരു സംശയമില്ല. ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, അതിന്റെ തുടർച്ചയാണ്. ക്രിസ്തുവിന്റെ ആഗ്രഹങ്ങളെല്ലാം സഭയുടെ ആഗ്രഹങ്ങളാണ് എന്നുള്ളത് ന്യായമാണ്. ഭിന്നങ്ങളായ ആഗ്രഹങ്ങൾ ഉണ്ടാകുക വയ്യ. തലയൊന്ന് വിചാരിക്കുന്നു, ശരീരം ഒന്ന് ചെയ്യുന്നു എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം അവിടെ തലയും ശരീരവും ആവുന്നില്ല. തലയും ശരീരവുമാണ് എന്ന കാരണത്താൽ തന്നെ ഇപ്സോ ഫാക്ടോ സഭയുടെ ആഗ്രഹമാണ്. ഏവരും ഒന്നാകാനുള്ള വലിയ ആഗ്രഹത്തിന്റെ പുറത്ത് സഭ ഇങ്ങനെ മുന്നേറുന്നുണ്ട്. അതിന്റെ ഒരു ഉപാധിയാണ് അവിടെയാണ്. അതിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടിയും അതിന്റെ ക്രിസ്തുവിന്റെ തുടർച്ചയുമായ സഭ ആഗ്രഹിക്കുന്ന ഈ എക്യുമെനിസത്തിന്റെ വലിയൊരു ടൂളാണ്
സഭയ്ക്ക് ലോകത്തോട് പറയാനുള്ള ഏറ്റവും വലിയ ദൈവവചന ദൈവവചന സമാഹാരമായ വേദപുസ്തകം. എങ്ങനെയാണ് ഈ വേദപുസ്തകത്തെ സംബന്ധിച്ചിട്ട് ഒരു എക്യുമെനിക്കലായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കുന്നത്? അത് എങ്ങനെയാണ് നമുക്ക് തോന്നിക്കാം. അദ്ദേഹം പറയുന്നത്, ആദ്യം നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചന പാരായണം ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് അടി ഉണ്ടാകുമല്ലോ. ഏതായാലും അടി പിന്നെയല്ലേ ഉണ്ടാക്കുന്നത്. നിങ്ങള് പിന്നെ ഈ സാധാരണഗതിയിലുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ പിന്നെ പള്ളികളിലെയൊക്കെ മീറ്റിങ്ങുകൾക്കൊക്കെ സംഭവിക്കുന്നത്, അവസാനമാണ് നമ്മൾ ഈ അടിയുണ്ടാക്കുന്ന കാര്യം പറയേണ്ടത്. എന്താ കാര്യം? അത്രയും കാലം അത് അങ്ങനെയാണ് തന്നെ. അല്ലെങ്കിൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിയുണ്ടാക്കുന്ന കാര്യം ആദ്യം പറയും, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം ആദ്യം പറയും, അത് അടിച്ചങ്ങ് പിരിയും. ഇത് വാർത്ത എന്ന് പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റി അവസാനിപ്പിക്കുകയും ചെയ്യും. അത് അവസാനമാണ് പറയുന്നതെന്നുള്ള മെച്ചം എന്നാണെന്നറിയാം. ഒരുപാട് കാര്യങ്ങളിൽ യോജിച്ചിട്ടുണ്ടാവും, കൂട്ടായ തീരുമാനം എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു യോജിപ്പിന്റെ അന്തരീക്ഷം വരും. ഈ യോജിപ്പിന്റെ അന്തരീക്ഷത്തിൽ പറയുന്ന മറ്റേ കാര്യവും കൂടി പലപ്പോഴും നമ്മൾ അറിയാതെ പരസ്പര വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. അതുകൊണ്ട് തന്നെ തർക്കമില്ലാത്ത കാര്യങ്ങളൊക്കെ ആദ്യം പിന്നെ നമ്മൾ മുന്നോട്ട് വെക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു നയതന്ത്രപരമായ സമീപനം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് അങ്ങനെ വല്ല പള്ളി കമ്മിറ്റിയിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും പാവം ചെറുപ്പത്തിലേക്ക്, അതായിരിക്കും. അപ്പൊ ഇതാണ് കൂട്ടായ ദൈവവചന പാരായണം. കുഴപ്പമില്ലല്ലോ. ധ്യാനം ഒട്ടും കുഴപ്പമില്ലല്ലോ ഈ ജ്ഞാനവായനയുടെ പശ്ചാത്തലത്തില്. അപ്പൊ നമുക്ക് പൂർണ്ണമല്ലെങ്കിലും, അതാണ് ഒരു വാക്കോടെ ഉണ്ട്, യഥാർത്ഥമായ ഒരു കൂട്ടായ്മ അനുഭവപ്പെടുന്നു. പിന്നെ ദൈവവചനത്തിന്റെ നിത്യനൂതനത്വം അനുഭവിക്കുന്നു. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഉദാഹരണം പറയാനുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. ഞാൻ നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനത്ത് ഒരു ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എതിർച്ചയായി എൻ്റെ ഒരു ഷാനൂരിലെ ഒരു പ്രോഗ്രാം എൻ്റെ ഒരു കസ്റ്റമർ കേൾക്കുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ 500 രൂപ പന്തയം വെച്ചു. ആ പാവം പൊട്ടം പറഞ്ഞു, അത് മാനേജരെ പോലെ തോന്നിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, ഇതൊന്നും മിണ്ടാണ്ടിരിക്കുക, എനിക്കറിയാവുന്ന ആളല്ലേ, ഞാനും വന്നതല്ല നിങ്ങളുടെ കൂടെ, അത് അയാൾ തന്നെയാണ്. പിറ്റേ ദിവസം രാവിലെ ഈ കെട്ടിയവനും കൂടെ കട തുറക്കുമ്പോഴത്തേക്ക് ഹാജരായി. ബാങ്ക് തുറക്കുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ഉമ്മ എന്നാ കാര്യം ഇത്രയും നേരത്തെ? ഞാൻ 7:30-8 മണിയാകുമ്പോൾ ബാങ്ക് തുറക്കി. എന്റെ ശുഷ്കാന്തിയുടെ ആക്രാന്തം കൊണ്ടല്ല, ക്ലിയറിംഗ് ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഞാൻ ബാങ്കിന്റെ കാര്യത്തിൽ വന്നതല്ല, എന്റെ ഒരു 500 രൂപ ഇവളുടെ അടുത്ത് മേടിക്കാൻ പോകുന്നതാണ്. ഓ എന്തായിരിക്കും എന്റെ ഒരു 500 രൂപ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? ഇവളെന്റെ പൊന്നും കൊടുത്ത സാറേ, ഇവൾ ഇന്നലെ പറയുക സാറിനെ പോലെ ഒരാൾ ചാരോമി പ്രസംഗിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ തമ്മിൽ പന്തായം വെച്ചത് സാറല്ലടി 500 രൂപയാണ്. ഇനി ഏതായാലും സാർ 500 രൂപയ്ക്ക് മേടിച്ചു തന്നെന്ന് പറഞ്ഞു. രണ്ടുപേരും, ഒരാൾ ദൂരദർശനിലും വേറെ ആളെ എവിടെയോ. അപ്പൊ ഇവരിങ്ങനെ സിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, സാറിന്റെ അടുത്ത് 500 രൂപ ഉണ്ടോ? ഒന്നും സാറേ ഉണ്ട്, എന്നാ അതും കൊടുത്തരാം, ഞാൻ തന്നെയാന്ന് പറഞ്ഞു. ഇയാൾക്ക് ഭയങ്കര ക്ഷീണമായി പോയിട്ട് അയാൾ പോയി തിരിച്ചു പോയി. അപ്പൊ ഇങ്ങനെ പൈസയും പോയി. അയാൾ വൈകുന്നേരം തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് അതുപോലത്തെ ക്ലാസ് എടുത്തു തരാം. അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. പീഡിതന്റെ മുറിവ്, അതാണ് എന്റെ ക്ലാസ്. പീഡിതന്റെ മുറിവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നലത്തേത് കൊണ്ടുള്ള അടി പോരാ, ഇന്നും ഉണ്ട്, നാളെ ഉണ്ട്, അവസാനം ഇന്ന ദിവസം വരെ പീഡിതന്റെ മുറിവുകൾ സീരിയലൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അതിന് ബാക്കി ഇട്ടെന്ന് പറഞ്ഞു. ഇയാൾ എന്നോട് വളരെ കാര്യമായിട്ട് വന്നിട്ട് ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തു തരാമോ? ഞങ്ങൾ മാർത്തോമാക്കാൻ. ഇതാ പറഞ്ഞത്. അങ്ങനെ എല്ലാ ബുധനാഴ്ചകളിലും ഞാൻ ഇവർക്ക് ക്ലാസ് എടുക്കാം. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി 2 മാർത്തോമാക്കാരനൊന്നുമല്ല, കേരളം ഭരിക്കുന്ന മാർത്തോമാക്കാരാ അവര് വന്നിരുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഓരോരുത്തർ ആരൊക്കെയാണെന്ന് വന്ന് എന്നോട് ബഹുമാനത്തിൽ പറയുമ്പോ ഞാൻ ബോധം കെടാതിരിക്കാൻ വേണ്ടി കസേര പിടിച്ചോണ്ടിരുന്നു. അതുപോലത്തെ സാധനങ്ങളായി വന്ന് പരിചയപ്പെടുന്നത്. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നും വിചാരിച്ചോണ്ടാ മതി. കേരളം ഭരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ, വൈദ്യശാസ്ത്ര രംഗത്തായാലും നയതന്ത്രത്തിന്റെ കാര്യത്തിലായാലും പാർലമെന്റിന്റെ കാര്യത്തിലായാലും ഞാൻ എൻ്റെ പൊന്നു സഹോദരന്മാർ ഒന്നും ചെയ്തില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തില്ല. ഓരോ ദിവസവും എന്തെങ്കിലും ഒരു വേദഭാഗം അവർ ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ ഞാൻ തന്നെ നിശ്ചയിക്കും. അതിനെ കത്തോലിക്ക പെർസ്പെക്റ്റീവിൽ ഞാൻ അത് വിശദീകരിച്ചു. എന്താണ് സഭ പറയുന്നതെന്നുള്ളത്.
ഇത് 1, 1.5, 2 മണിക്കൂർ നേരത്തെ ഈ ക്ലാസ്സിന് ശേഷം അവർ ഒരുമിച്ച് ഇരുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞ്? എനിക്ക് പറയാൻ പറ്റുമോ? 4ാം ക്ലാസ്സിൽ വേദപാഠത്തിന് പഠിപ്പിക്കുന്ന സംഗതിയായിരുന്നു ഇത്. എന്താ അവിടെ സംഭവിച്ചത്? അവരാരും കത്തോലിക്കരായി എന്ന് പറയാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നത്. കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവർക്ക് മനസ്സിലായത് ഈ കൂട്ടായ സംവാദത്തിലൂടെ. എത്രമാത്രം ആത്മീയ ദാഹം ആ ഓരോരുത്തരിലും ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അവരുമായിട്ടുള്ള സംസാരം. എന്നോ കഴിഞ്ഞു പോയ ചില വ്യാഖ്യാനങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന അവർക്ക് അതൊരു വലിയ പ്രചോദനമായിരുന്നു. എന്റെ മിടുക്കല്ലത്. ഞാൻ ഏത് പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിച്ചുവോ ആ സഭയുടെ മിടുക്കും മിഴിവുമാണത്. അതുകൊണ്ട് എക്യുമെനിസത്തിന് വലിയ കാര്യങ്ങളുണ്ട്, വലിയ ബോധ്യങ്ങളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, കോട്ടയത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത്. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു പ്രസംഗം നടത്തണം, നിങ്ങളുടെ മാതാവിനെ കുറിച്ച് ഒരു അക്ഷരം പറയരുത്. ഓ, അത് പറയരുത്, അത് സംഭവിച്ചു. അത് ഞാൻ പറയരുത്. കൊന്ത കഴുത്തേൽ ഇടുന്നവരാണ്, കൊന്തയുടെ കൂടെ വെന്തിങ്ങം കൂട്ടിയിട്ട ഡബിൾ സ്ട്രോങ് ആണ്, അതും ഇടുന്നവരാണ്. ഇത് തമ്മിൽ പിരിയുമ്പോഴാണത് സ്ട്രോങ് വരുന്നത്. ഈ സാധനം അയാൾ ഇട്ട് പോയി. അതങ്ങനെ സ്വാഭാവികമായിട്ടുള്ളത്. അയാൾ വേറൊന്നും പറഞ്ഞില്ല. മറിയത്തെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല. മറിയെന്നുള്ള പേര് പോലും പറഞ്ഞില്ല. പകരം ക്രിസ്തുമസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊരു വിവരം. ഒരു കുടുംബത്തിന്റെ ഞെരുങ്ങലിനകത്ത് ആ കുടുംബത്തിനകത്തേക്ക് ഇടപെടാത്ത ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്. പേറിന്റെ നോവ് മുതൽ ഇങ്ങോട്ട് ആരംഭിച്ച് കാലുവെന്ത പട്ടിയെ പോലെ നടന്ന ഒരാശാരിയെയും സാരമില്ല നമുക്കൊരെണ്ണം കിട്ടും എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ പഴിക്കാതെ ഓരത്ത് ചാരി നടന്ന പൂർണ്ണ ഗർഭിണിയെയും കുറിച്ച് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവസാനം അയാൾ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ആ സ്ത്രീയെ മറിയമെന്ന് വിളിക്കുന്നു. ആ സ്ത്രീയെ അറിഞ്ഞും ബോധ്യത്തോടെയും ഞാൻ എൻ്റെ മാതാവേ എന്ന് വിളിക്കുന്നു. കാരണം എനിക്കൊരു മാതാവ് ഉണ്ടെങ്കിൽ അത് അവളാകണമേ എന്ന് എനിക്കൊരു അമ്മയുണ്ടെങ്കിൽ ആ അമ്മ എത്രത്തോളം ഉയരണം എന്ന് ഞാൻ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ പറയും ക്രിസ്തുവിന്റെ അമ്മയോളം. അതുകൊണ്ട് ഞാൻ അവളെ ആശ കൊണ്ട് ആ മാതാവേ എന്ന് വിളിക്കുന്നു, എൻ്റെ ആശ കൊണ്ട് എന്ന്. അയാൾ അത് പറഞ്ഞപ്പോഴത്തേക്കും കണ്ണ് രണ്ടും അയാളെ നിറഞ്ഞു. എൻ്റെ നിറഞ്ഞു. ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അയാൾ എൻ്റെ 2 കയ്യിലും ഇറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ജോൺസൺ, മുട്ടുസൂചി വീണാൽ കുലുകുലുന്ന് ഒച്ച കേൾക്കാവുന്ന മതി. പെന്തക്കോസുകാരന്റെ ആത്മീയ സമ്മേളനത്തിൽ നിശബ്ദതയായി മതി. അത്രയും മതി, അത്രയും മതി. അല്ലാതെ പെന്തക്കോസുകാരനെ മാനസാന്തരപ്പെടുത്താനുള്ള കോൺട്രാക്ട് ഒന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ പൂർണ്ണത, അതിനെക്കുറിച്ച് ബോധ്യമാണ് കേട്ടോ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പൂർണ്ണമായ ക്രൈസ്തവ വിശ്വാസത്തിന് ദ പെർഫെക്റ്റ് ഫെയ്ത്ത്, അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു സൗജന്യം ചെയ്തു കൊടുക്കുന്നതല്ല. അവൻ അറിയാൻ അവകാശമുള്ള മഹത്വീകൃതമായ ദൈവിക സത്യങ്ങളെ പരസ്പരം കൈമാറാനുള്ള വേദിയായി മാറും അത്തരം സംസാരം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, സംസാരിക്കുക. അത് ഇന്നവനാന്നും പറഞ്ഞ് മാറ്റി നിർത്താതിരിക്കുക, സംസാരിക്കുക. ജ്ഞാനവായന ഉണ്ടാകട്ടെ, ചിന്തയുണ്ടാകട്ടെ, ദൈവവചനത്തിന്റെ നിത്യനൂതനമായ സ്വഭാവം ഒന്ന് അറിയട്ടെ. നിങ്ങളറിയേ, മറ്റുള്ളവരോട് പറയേ. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, നിന്റെ അഭിപ്രായവുമായിട്ട് ഒത്തുപോകാത്ത അയാളുടെ അഭിപ്രായത്തെ കേൾക്കാനുള്ള വൈമനസ്യമുണ്ടല്ലോ, ആത്മീയ ബധിരത, അത് വേണം. കേക്ക്, ചുമ്മാ കേൾക്കുന്നേ. കേട്ട് കഴിയുമ്പോ തന്നെ കുറെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ചിലപ്പം അതിനകത്തെ ഇംപെർഫെക്റ്റ്നെസ് മനസ്സിലായാലോ.
അതുകൊണ്ട് കേൾക്കില്ല. അതുകൊണ്ട് അദ്ദേഹം കൗൺസിൽ പറയുന്ന ഒരു കാര്യത്തെ വീണ്ടും അദ്ദേഹം ഉറപ്പിച്ചു പറയുക ചെയ്യുന്നത്. എക്യുമെനിസത്തെ സംബന്ധിക്കുന്ന കൗൺസിൽ പ്രമാണരേഖയുടെ 21ാമത്തെ ഖണ്ഡികയെ എടുത്തു പറയുകയാണ് അദ്ദേഹം. സഭാ ഐക്യ സംവാദങ്ങളിൽ അതായത് ഈ എക്യുമെനിസത്തിന്റെ വേദികളിൽ ദൈവവചനം വിലപ്പെട്ട ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ്. മാത്രമല്ല പഠനം, ചർച്ച, ദൈവവചന ശുശ്രൂഷ, ഇത് വ്യാഖ്യാനിക്കുമ്പോഴുള്ള തനിമയാർന്ന പാരമ്പര്യപരമായ സംഗതികള്, മാനദണ്ഡങ്ങള്, ഇതെല്ലാം മാനിച്ചുകൊണ്ടായിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാതം മുന്നോട്ട് നടക്കുക ഈശോയുടെ കൂടെ. അതായത് ഏവരും ഒന്നാകാനുള്ള അവന്റെ ആഗ്രഹത്തോട് ചേർന്ന് നടക്കുകയാണ്. പിന്നെ അദ്ദേഹം ധാരാ പറയുന്നത് നിങ്ങൾ അറിയണം, ബെനഡിക്തോസ് 16. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം അദ്ദേഹം ഒരു താക്കീത് തരും, തന്നെ തീരും. അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞു, സഭയ്ക്ക് വേലി കെട്ടിയവനാണ് അദ്ദേഹം. വേലി എന്നത് കൃത്യത എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പ്രയോഗിക്കുന്നത്, ലിമിറ്റേഷൻ എന്നുള്ള അർത്ഥത്തിലല്ല. അദ്ദേഹം പറയുന്നു, ഇത്തരം ശുശ്രൂഷകൾ ഗംഭീരമായിട്ട് നിങ്ങൾ നടത്തണം. അത് നല്ലതാണ്, പ്രശംസാർഹമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷേ, അടുത്തൊരു പക്ഷേ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഏത് വ്യാഖ്യാനം വേണേലും നടത്തിക്കോ. സഭയുടെ ദൈവശാസ്ത്രജ്ഞന്മാരും അജപാലകന്മാരും വ്യാഖ്യാതാക്കളും തമ്മിൽ എന്നാ കൂട്ട് വേണേലും കൂട്ടിക്കോ, ഏത് മുപ്പിരിക്കയർ വേണേലും വായിക്കോ. പക്ഷെ സഭയുടെ പ്രബോധനാധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. ഓർക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഖണ്ഡികയുടെ അവസാനം പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യമൊക്കെ ശരി തന്നെ. നിങ്ങൾ എത്ര വേണേലും പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ചിന്തിക്കുകയും ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് ക്രിസ്തുമസ് ആഘോഷിക്കുകയും, അതാണല്ലോ ഇപ്പോഴത്തെ പ്രധാന പരിപാടി. ഒരുമിച്ച് കേക്ക് ഉണ്ടാക്കുകയും ഒരുപോലെ തന്നെ ഒരുമിച്ച് വൈൻ വിൽക്കുകയും ഒരുമിച്ച് മറ്റേ ലോട്ടറി എടുക്കുകയും, അതൊക്കെയാണല്ലോ വലിയ ക്രിസ്തീയമായ സംഗതി. എന്ന് വെച്ചാൽ ഈ പള്ളിയുടെ മുമ്പിൽ ഒരു കുത്ത് ഇത് വെച്ചിട്ട് ഏതെടുത്താലും 50 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള അത് വലിയ സംഗതിയാണ്. അതുകൊണ്ട് ഒത്തിരി പേര് ക്രിസ്ത്യാനിയായിട്ടുണ്ട്. ആത്മരക്ഷയ്ക്ക് നല്ലൊരു സാധനമാണ്. അപ്പൊ അങ്ങനെ എന്നാ വേണേലും ചെയ്തു. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, ഇത് ഞായറാഴ്ചകൾക്കും കടമുള്ള തിരുനാളുകൾക്കും ഉള്ള യഥാർത്ഥത്തിലുള്ള ദിവ്യബലിക്ക് പകരം ഇത്തരം ശുശ്രൂഷ ഒന്നും പറ്റുകയില്ല. ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്, അത്രേ ഉള്ളൂ. അത് അദ്ദേഹം പറയുന്നുള്ളൂ. കുർബാനയിൽ പങ്കെടുക്കേണ്ടടുത്ത് അതിന് ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള സമയത്ത്, അതിനുള്ള കടമുള്ള സമയത്ത് അത് കാണുക തന്നെ വേണം. അതിൽ കാണില്ല, അതിൽ പങ്കെടുക്കുക തന്നെ വേണം. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതാ കേമം, അങ്ങനെ ഒരു തോന്നൽ വിശ്വാസിക്ക് ഉണ്ടാവരുത്. അതല്ല കേമം. കേമമായത് അദ്വിതീയമായ ദിവ്യബലി അർപ്പണമാണ്. അതിനോട് പകരം വെക്കാനോ തുലനം ചെയ്യാനോ ഒന്നുമില്ല. കൂദാശകൾക്ക് പകരം വെക്കാൻ ഒരു സാധനവും ആരുടെ അടുത്തും ഇല്ല. കൂദാശകളെ കുറിച്ച് നമ്മൾ അടുത്തതില് വചനം സഭയിൽ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് കൂദാശയെ സംബന്ധിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് ആഴത്തിൽ മനസ്സിലാക്കാം. അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. ഇത്തരം ആഘോഷങ്ങളൊക്കെ എന്നാൽ അതേസമയം ഉപരിപ്ലവമാണോ? അല്ല തന്നെ. കൂടുതൽ ആത്മാർത്ഥമായ ഒത്തുചേരലിലേക്ക് മുന്നോട്ടുള്ള ഗമനത്തിനും അത് സഹായിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് എത്ര വേണമെങ്കിലും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. രണ്ടോ അതിലധികമോ സഭാവിഭാഗങ്ങൾ തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളതുകൊണ്ടാണല്ലോ 2 സഭാവിഭാഗമായത്. ഇതിനെല്ലാം സമചിത്തതയോടുകൂടി കേൾക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബൈബിള് വിവർത്തനം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ കേരള കത്തോലിക്ക സഭ അതുമായിട്ട് മുന്നോട്ട് പോയിട്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ അത് ഏതൊക്കെയോ കാരണവശാല് ഒന്ന് മന്ദീഭവിച്ചിരിക്കുക. എന്നാലും ശരി, പോയല്ലോ. അങ്ങനെ ഒരു കാര്യമുള്ളൂ. ഇതൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഏറെ അഭിനന്ദനാർഹമായ ഒരു കാഴ്ചപ്പാണ് POC നടത്തിയത്. നമ്മുടെ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ നടത്തിയത്. ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന ഒരു പ്രാഥമിക ചർച്ചകളെങ്കിലും ഉണ്ടാവുക എന്ന് പറഞ്ഞത് ബൈബിളിനാൽ വിഘടിക്കപ്പെട്ടവർ ബൈബിളിൽ ഒത്തുചേരുന്നതിന്റെ മനോഹാരിതയും കൂടെ നമ്മൾ അറിയണം. അതാണ് അവസാനിപ്പിക്കുമ്പോൾ ഒരു നമ്മുടെ ഒരു തോന്നലായിട്ട് വരിക. എന്തുകൊണ്ടോ
എന്തുകൊണ്ടാണോ നമ്മൾ വിഘടിക്കപ്പെട്ടത്, അതേ കാരണത്താൽ തന്നെ നമ്മൾ ഒന്നുചേരുക. പുത്തമ്പാനയിൽ നമ്മൾ പാടുന്നില്ലേ, എനിക്കിപ്പോ അത് ഇപ്പോഴാ ഓർമ്മ വരുന്നത്, മരത്താലേ വന്ന ദോഷം മരത്താലേ ഒഴിപ്പാനായി. മരത്താലേ, മരത്തിന്റെ ഫലത്തിൽ നിന്നാണല്ലോ ഈ ദോഷം വന്നത്. മരത്താലേ ക്രൂശി മരണം. അതുപോലെ ബൈബിളിനാൽ വന്ന വിഘടനം, ബൈബിള് കൊണ്ട് തീരാൻ സാധ്യതകൾ ഒരുക്കുക എന്നത് തന്നെ കർത്താവിന്റെ തിരുഹിതത്തോട് ചേർന്ന് പോകുന്ന. അടുത്തത് ഒരു വലിയ കാര്യമാണ് ഈ ദൈവശാസ്ത്ര പഠനത്തിന്റെ അനന്തര ഫലങ്ങൾ എന്താണ് എന്നുള്ളത്, അതിന്റെ ഫ്രൂട്ട്സ് എന്തൊക്കെയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് വായിച്ചു വരുമ്പോ തോന്നിയേക്കാം, അതെന്താ ഇവിടെ പറയുന്നത്, ദൈവശാസ്ത്രം പഠിക്കുന്നതിന്റെ അനന്തര ഫലങ്ങൾ എന്താണെന്നുള്ളത് അത് ദൈവശാസ്ത്രവുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴുള്ളതല്ലേ? അല്ല, ദൈവത്തിന്റെ വചനം എത്രമാത്രം ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ദൈവശാസ്ത്രം അത്രമേൽ അഗാധമായ ആഴത്തിൽ നമ്മൾ അത് പഠിക്കാൻ വേണ്ടി ദൈവശാസ്ത്രത്തെ നമ്മൾ കൂട്ടുപിടിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദൈവശാസ്ത്രത്തിനകത്ത് പ്രാഗൽഭ്യം നേടുന്ന ആളുകൾ വേണം നമ്മുടെ ദൈവശാസ്ത്ര വിദ്യാർത്ഥികളിലും ഒക്കെ. കാരണം ദൈവവചനമാണ്. നമ്മൾ കഴിഞ്ഞ കുറിയത്തെ പഠനത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്, ബൈബിൾ ദൈവവചനമാണ് ദൈവശാസ്ത്രത്തിന്റെ ആത്മാവ്. ദൈവശാസ്ത്രമില്ലാത്ത ദൈവവചനം അതിൽ തന്നെ സാധൂകരണമില്ല. ദൈവവചനമില്ലാത്ത ദൈവശാസ്ത്രം അതിൽ തന്നെ നിഷ്ഫലവുമാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് ദൈവവർബൂമിന്റെ 12 പിന്നെ കുറെ കാര്യങ്ങളുമാണ്. ദൈവവർബൂം ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പാസ്റ്റോറൽ കോൺസ്റ്റിറ്റ്യൂഷൻ, കർത്താവിന്റെ വചനം എന്നത് 26 ഖണ്ഡികകൾ. അതിലെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു 8, 10, 12 എന്നൊക്കെയുള്ളത് എപ്പോഴും കോട്ട് ചെയ്യപ്പെടുന്ന ഖണ്ഡികകളാണ്. ഇവിടെ 12 അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. എന്താണ് ദൈവശാസ്ത്രത്തിന്റെ അനന്തര ഫലങ്ങളായിട്ടുണ്ടാവുക? എങ്ങനെയാണ് ഒരു ദൈവശാസ്ത്രജ്ഞനോ അജപാലകനോ ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത് ആദ്യം ദൈവഭൂമിയിലുള്ള എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. അതിനുശേഷം ഇതിനകത്ത് അദ്ദേഹം അതിന്റെ കുറെ കൂടി ആഴപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും പറഞ്ഞു വെക്കും. അപ്പോ ഇത് നിങ്ങൾ കേട്ടതായതുകൊണ്ട് ദൈവഭൂമിന്റെ 12 പല കുറി നമ്മൾ കേട്ടതാണ്, പല അവസ്ഥകളിൽ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ഉള്ളൂ, ബാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിശ്ചിത സാഹചര്യങ്ങളിലാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ അത് ഉപയോഗിച്ചത്, സംസ്കാരത്തിലാണ്, പരിസ്ഥിതികളിലാണ് ഉദ്ദേശിച്ചത്. വ്യാഖ്യാതാവ് അദ്ദേഹം എന്താണ് സൂചിപ്പിച്ചത് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ കാലത്തെ മനുഷ്യരുടെ പരസ്പര സങ്കല്പത്തിൽ സാധാരണ ഉപയോഗിച്ചിരുന്ന ഭാഷ, ഞാൻ പറഞ്ഞു 2 വംശങ്ങൾ തമ്മിൽ ഉപയോഗിച്ച ഭാഷ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ചിന്തയുടെയും സംസാരത്തിന്റെയും വിശദീകരണത്തിന്റെയും സമ്പ്രദായങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചില ശൈലികളൊക്കെ നമ്മൾ ആമേൻ ആമേൻ ഞാനോ നിങ്ങളോട് പറയുന്നു, ഈ ആമേൻ ആമേന്റെ അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. വെറിലി വെറിലി ഐ ടെൽ യു, അതിന്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, അങ്ങനെ അനേകം സംഗതികൾ, ചില സംസാരങ്ങൾ ഉണ്ടാവും, ചില വിശദീകരണങ്ങൾ ഉണ്ടാവും, ചില സമ്പ്രദായങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. എഴുതപ്പെട്ട അരൂപിയിൽ തന്നെ വായിക്കണം. തവണ നമ്മൾ വിശദീകരിച്ചിരിക്കുക. അതിനോട് കൂടെ ഒക്കെ കേട്ട കാര്യങ്ങൾ അദ്ദേഹം സംക്ഷിപ്തമായി വിവരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ദൈവവചനത്തോട് നിഷ്പക്ഷമായ ഒരു വിശുദ്ധ ലിഖിതത്തോട് ഒരു നിലപാട് പുലർത്തുന്ന ഗവേഷണം പ്രോത്സാഹനം അർഹിക്കുന്നില്ല. ചോദിക്കും, പിന്നെ എങ്ങനെയാ ഇത് ഒരു മുന്നോട്ട് നിഷ്പക്ഷമായ ഒരു സമീപനം പ്രയോഗിക്കുന്നത്